Hi, good morning, students. Welcome to my class. പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. പൈത്തൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് നെയിമിംഗ് റൂൾസ്, ഒരു പൈത്തൺ ഫയലിൽ പേര് കൊടുക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമതായത് എനി ആൽഫ ന്യൂമറിക് ക്യാരക്ടർ കോമ്പിനേഷൻ ഈസ് പെർമിറ്റഡ്. ഒരു നമ്പറും അല്ലെങ്കിൽ ഒരു ലെറ്ററും കോമ്പിനേഷനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദെയർ മസ്റ്റ് നോട്ട് ബി എനി വൈറ്റ് സ്പേസ്. ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടായിരിക്കാൻ പാടില്ല. അണ്ടർസ്കോർ ഇസ് പെർമിറ്റഡ്. എക്സ്റ്റൻഷൻ മസ്റ്റ് ബി ഓൾവേസ് .py. അപ്പോൾ പൈത്തൺ പ്രോഗ്രാം സേവ് ചെയ്യുമ്പോൾ എപ്പോഴും എക്സ്റ്റൻഷൻ .py ഉപയോഗിക്കണം. ഒരു പ്രോഗ്രാം എങ്ങനെയായിരിക്കും, അതിൻ്റെ ലേഔട്ട് എന്തായിരിക്കും നോക്കാം. എ പൈത്തൺ പ്രോഗ്രാം കണ്ടെയ്ൻസ് ദ ഫോളോയിങ് എലമെൻറ്റ്സ്. ഓൾ ദ എലമെൻറ്റ്സ് ആർ നോട്ട് മാൻഡറ്ററി ബട്ട് ഹെൽപ്പ് ഡിപ്പെൻഡ് ഓൺ ദ പ്രോബ്ലം ഇറ്റ് മേ പ്രസൻറ്റ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു പ്രോഗ്രാമിൽ സാധാരണ 6 കാര്യങ്ങളുണ്ടാവും, 6 പാർട്സ് ഉണ്ടാവും. ചില പ്രോബ്ലത്തിൽ അത് ഉണ്ടാകണമെന്നില്ല, ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. ഒന്നാമതായിട്ട് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ആക്ടിവേറ്റ് ദ റെലവൻറ്റ് പാർട്ട് ഓഫ് ദ ട്രാൻസ്ലേറ്റഡ് ടു ദ റാം. അതായത് ഒരു ലൈബ്രറി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാത്തമാറ്റിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈബ്രറി നമ്മൾ റാമിലേക്ക് അതിൻ്റെ ട്രാൻസ്ലേറ്റർ റാമിലേക്ക് കൊണ്ടുവരും. യൂസർ മെയ്ഡ് ഫങ്ഷൻസ് ആൻഡ് ഡിക്ലറേഷൻസ്. ഫങ്ഷനുകളുണ്ടാവും, അത് യൂസർ നെയിം മെയ്ഡ് ആയിരിക്കും. ഡിക്ലറേഷൻസ് ഉണ്ടാവും, ഇൻപുട്സ് ഉണ്ടാവും. സെറ്റിങ്സ് ഫോർ ഗ്രാഫിക്സ് ആൻഡ് ഫയൽ ഓപ്പറേഷൻസ്. കാൽക്കുലേഷൻസ് ഉണ്ടാവും, ഡെസിഷൻസ് ഉണ്ടാവും, ലൂപ്സ് ഉണ്ടാവും, ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു പ്രോഗ്രാം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും. പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, സ്റ്റേറ്റ്മെൻറ്റുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡിസിഷൻസ് മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, ലൂപ്പുകളുണ്ടാവും, ഔട്ട്പുട്ട് ഉണ്ടാവും. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. പ്രോഗ്രാം ടു ഫൈൻഡ് ദ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യത്തെ ലൈനിൽ കാണുന്നത് ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ. ഇവിടെ ഈ ഫസ്റ്റ് ലൈൻ ഈ കമൻറ്റ് ലൈൻ, ഇതാണ് കമൻറ്റ് ലൈൻ. ഇവിടെ ഹാഷ് ഇട്ടതുകൊണ്ട് ഈ ലൈൻ പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്യില്ല. രണ്ടാമത്തെ ലൈൻ നോക്കാം, ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിലെ മാത്സ് ചെയ്യാനുള്ളത് കൊണ്ട് മാത്തമാറ്റിക്കൽ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യാനാണ് ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ. അടുത്ത ലൈനിൽ നമ്മൾ കാണുന്നത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു വേരിയബിൾ വെൽ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ, VEL വെലോസിറ്റിയാണ്, ANG ആംഗിളാണ്, ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ബ്രാക്കറ്റ് കൊട്ടേഷൻ എൻ്റർ ദ ഇനിഷ്യൽ വെലോസിറ്റി ആൻഡ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കൊട്ടേഷൻ ക്ലോസ് ബ്രാക്കറ്റ് ക്ലോസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിൾ നെയിമിന് സമം, ഇതിപ്പോൾ രണ്ടും വേരിയബിളിനെ ഒരുമിച്ച് ഒരു ലൈനിൽ നമുക്ക് ഇൻപുട്ട് ചെയ്യാം. ഇനി മാത്രമല്ല ഓരോ ലൈനായിട്ടും VL ഈക്വൽ ടു ഇൻപുട്ട്, അതേമാതിരി ANG ഈസ് ഈക്വൽ ടു ഇൻപുട്ട്. ഇപ്പോൾ ഇൻപുട്ടിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എന്ത് എഴുതിയാലും അതിനുള്ളിൽ ഒരു ഇൻവേർട്ടഡ് കോമ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊട്ടേഷൻ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യില്ല, അത് ഇവാലുവേറ്റ് ചെയ്യില്ല, പക്ഷേ അത് പ്രിൻ്റ് ചെയ്ത് കാണിക്കും. അടുത്തതാണ് നമ്മൾ ഈ യൂസർ ഇൻപുട്ട് ചെയ്ത വാല്യൂ അത് സ്റ്റോർ ചെയ്ത് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തു. അതിനെ നമ്മൾ റീഡ് ഇൻ ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കാൽക്കുലേഷൻ, ഒരു ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് കൺവേർട്ട് ചെയ്യുന്നു, ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം വേറൊരു പുതിയ ഒരു വേരിയബിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. റേഞ്ച് സമം വെലോസിറ്റി ഇൻറ്റു വെലോസിറ്റി, അത് വെൽ ഇൻറ്റു സൈൻ 2θ/g. പിന്നെ ഇഫ് ആംഗിൾ ഈസ് ഈക്വൽ ടു 45, ANG എന്ന് പറയുന്നതാണ് ഇവിടെ വേരിയബിൾ, ആംഗിൾ ഉപയോഗിച്ച വേരിയബിൾ. അപ്പോൾ ഇഫ് ANG ഈസ് ഈക്വൽ ടു 45 എന്ന് ഉപയോഗിക്കുന്നത് ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ കണ്ടീഷനുള്ളിൽ, അതായത് ഇഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ കണ്ടീഷനുള്ളിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ ഒരു സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷനുള്ളിൽ വരുന്നതാണ്. പ്രിൻറ്റ് ദ റേഞ്ച് ഇസ് മാക്സിമം, അപ്പോൾ കണ്ടീഷന് പുറത്ത് വന്നു. പ്രിൻറ്റ് ദ റേഞ്ചസ്, ഇത് നിങ്ങളെ പിന്നെ പഠിപ്പിക്കും. ഇതെങ്ങനെയാണ് %8.4f എന്ന് എഴുതുന്നത്. %range പ്രിൻറ്റ് താങ്ക് യു എൻഡ്. ഇതാണ് ഒരു പ്രോഗ്രാം. അപ്പോൾ എപ്പോഴും പ്രിൻ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഉപയോഗിക്കണം. പിന്നെ പൈത്തൺ 2.8 ബ്രാക്കറ്റ് ആവശ്യമില്ലായിരുന്നു, പക്ഷേ ഇവിടെ ബ്രാക്കറ്റ് ആവശ്യമാണ്. ഇതാണ് ഒരു സാമ്പിൾ പ്രോഗ്രാം.
ഓക്കെ, ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേരിയബിൾ എന്ന് വെച്ചാൽ എന്താണ്. ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഡാറ്റ ഉപയോഗിക്കുന്നു, വാല്യൂസ്, കോൺസ്റ്റൻസ്, ഫങ്ഷൻസ്, അറേസ്, ലിസ്റ്റ്, അതൊക്കെ ഡാറ്റ ആണ്. ഇൻ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഈച്ച് ഡാറ്റ മസ്റ്റ് ഹാവ് എ നെയിം. നെയിം യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് ഈസ് നോൺ as വേരിയബിൾ ഓർ ഐഡൻറ്റിഫയർ. ഒരു ഡാറ്റയ്ക്ക് ഒരു പേരുണ്ടായിരിക്കണം. നെയിംസ് യൂസിങ് ഫോർ ദിസ് പർപ്പസ് ഈസ് കോൺ as വേരിയബിൾ. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ആകാം, അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫയർ ആകാം. ഇപ്പോൾ എക്സാമ്പിൾ, എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി, പി ആർ ഈക്വൽ ടു മാർക്ക് ഇൻറ്റു 100 ബൈ മാക്സ് മാർക്ക്. ഇതെല്ലാം ഓരോ വേരിയബിൾസ് ആണ്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിന് ഓരോ വാല്യൂ ഓരോ സമയത്ത് അസൈൻ ചെയ്യും. പക്ഷേ ആ വാല്യൂ മാറാൻ സാധിക്കും. പക്ഷേ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത് ഒരിക്കലും മാറില്ല. ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റും, പക്ഷേ കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് മാറില്ല. ഇപ്പം നമുക്ക് എന്തൊക്കെ റൂൾസ് നോക്കാം. ഒരു വേരിയബിൾ എങ്ങനെയൊക്കെ നമ്മൾ പേര് കൊടുക്കണം. ഒരു ആൽഫ ന്യൂമറിക് ക്യാരക്ടർ പറ്റും, കോമ്പിനേഷനും പറ്റും. വേരിയബിൾ മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ആൻ ആൽഫബറ്റ്. വൈറ്റ് സ്പേസ് ഈസ് നോട്ട് പെർമിറ്റഡ്. ബ്ലാങ്ക് സ്പേസ് ഉണ്ടാകാൻ പാടില്ല. അണ്ടർസ്കോർ പെർമിറ്റഡ് ആണ്. വേരിയബിൾസ് ആർ കേസ് സെൻസിറ്റീവ്. കാരണം ക്യാപിറ്റൽ എക്സും സ്മോൾ എക്സും ഒന്നല്ല. ദ പെർമിറ്റഡ് ലെങ്ത് ഓഫ് വേരിയബിൾ നെയിം ഡിപ്പെൻഡ്സ് ഓൺ ദ മൈക്രോ പ്രോസസർ ടൈപ്പ്. ഓക്കെ, അതായത് ഒരു വേരിയബിളിൻ്റെ നീളം, പേരിൻ്റെ നീളം, അതിൻ്റെ മൈക്രോ പ്രോസസ്സർ, അതിന് വലിയ പ്രശ്നമില്ല. ഇത് നമുക്ക് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്, അത് വിഷയമല്ല. ഈവൻ ദോ എനി ക്യാരക്ടർ കോമ്പിനേഷൻ ക്യാൻ ബി യൂസ്ഡ് എസ് എ വേരിയബിൾ നെയിം, ബെറ്റർ ടു യൂസ് സം മീനിങ്ഫുൾ കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ വേരിയബിൾ ഉപയോഗിക്കുമ്പം ആ ക്വാണ്ടിറ്റി എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേര് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം. വെലോസിറ്റിയാണ് നമ്മുടെ വാല്യൂ വേരിയബിളായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ നമ്മുടെ വേരിയബിൾ നെയിമും VL അല്ലെങ്കിൽ വെലോസിറ്റി ആക്കിയാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ഇനി കീവേഡ്, ദ വേർഡ്സ് യൂസ്ഡ് ഇൻ ഇൻസ്ട്രക്ഷൻ കമാൻഡ് കനോട്ട് ബി യൂസ്ഡ് എസ് എ വേരിയബിൾ നെയിം. ഇപ്പോൾ എക്സാമ്പിൾ, ഡെഫ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. അതൊരു കമാൻഡിൽ ഉപയോഗിക്കുന്ന ഡെഫ് ഒരു കീവേഡാണ്. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. 1 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ക്യാപിറ്റൽ M എന്ത് ചെയ്യാൻ പറ്റില്ല. ക്യാപിറ്റൽ M സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ എന്തില്ല, ഡാഷ് പറ്റില്ല, പിന്നെ ഡോട്ട് പറ്റില്ല, സ്പേസ് പറ്റില്ല. ഓക്കെ, ഇൻവാലിഡ് വേരിയബിൾ നെയിംസ് ആണിത്. ഇനി നമുക്ക് എൽസ് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഒരു കീവേഡാണ്, അതുകൊണ്ട് എൽസും പറ്റില്ല. ഇനി നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. അതായത് അവിടെ നമ്മൾ വെലോസിറ്റിയും റേഞ്ചിനെയും ഇൻപുട്ട് ചെയ്തതായിട്ട് കണ്ടു ആ പ്രോഗ്രാമിൽ. അവിടെ ഇതേമാതിരി എങ്ങനെയാണ് ഒരു ഇൻപുട്ട് ചെയ്യേണ്ടത്. അതായത് യൂസറിൽ നിന്നും നമ്മൾ ഡാറ്റ പ്രോഗ്രാമിലേക്ക് വാങ്ങിക്കുന്നതിനാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇൻപുട്ട് ഉപയോഗിക്കേണ്ടത്. ഇൻപുട്ട് വേരിയബിൾ സമം ഇൻപുട്ട് എന്ന് എഴുതുക, പിന്നെ ബ്രാക്കറ്റ്. ഇത് നമ്മളൊന്നും എഴുതിയില്ലെങ്കിൽ, ബ്രാക്കറ്റിനുള്ള ഒന്നും എഴുതിയില്ലെങ്കിൽ എന്താണോ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് അത് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പം യൂസറിനെ ഒന്നും എഴുതി കാണിക്കില്ല. അതേസമയത്ത് ഇവിടെ രണ്ടാമത്തെ സ്റ്റെലി മാർക്ക് ഇസ് ഇക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദ മാർക്ക്. ഈ ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ എന്താണ് എഴുതുന്നത് അത് യൂസറിന് മനസ്സിലാകാൻ വേണ്ടി ഒരു കമൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ആ മാർക്ക് എന്ത് ചെയ്യും, എൻ്റർ ചെയ്യും, യൂസർ എൻ്റർ ചെയ്യും. ഇനി അതല്ലെങ്കിൽ ഇതൊന്നും ചെയ്തില്ലെങ്കിലും യൂസറിന് ഒരു കമൻറ്റ് കൊടുക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ വർക്ക് ചെയ്യും. അത് ടെക്നിക്കലി ബോത്ത് ആർ കറക്റ്റ്, ബട്ട് user will get an advantage that you are going to enter the marks in this case. So you can do multiple input at the same time. രണ്ട് വേരിയബിളിലേക്കുള്ള ഇൻപുട്ട് ഒറ്റ ലൈനിൽ നമുക്ക് ചെയ്യാനും സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻപുട്ടിൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം.